അതുകൊണ്ട് ഞാൻ ഒരിക്കലും പഠിക്കുന്ന കാലത്ത് അധ്യാപകരോട് എടുക്കാൻ പോകാറില്ല. ഇതിന്റെ രീതിയിലുള്ള ആളുകളായിട്ട് നമ്മളെ കണ്ടിട്ടില്ല. ഈ കോളേജിൽ നമ്മളൊക്കെ ക്യാമ്പസിലുണ്ടായിരുന്ന കുറുപ്പ് സാറ് ഫിസിക്സിലൊക്കെ രണ്ട് കുറുപ്പ് സാറൊക്കെ എല്ലാ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഈ അവർക്ക് ചെറിയ സൗകര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അധ്യാപകരുടെ എടുക്കാതെ മാറി നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അധ്യാപകർക്ക് മാത്രമുള്ളൊരു സൗകര്യം അവർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ചില അതിന്റെ പേരിലുള്ള ചില ഉപയോഗങ്ങളൊന്നും സാറിനെ സംബന്ധിച്ചിടത്തോളം 80 വയസ്സിന്റെ യൗവനത്തിലാണ് ഇത്രയും വിദ്യാർത്ഥികൾ ഒരു അധ്യാപകനെ തേടി തിരിച്ച് വരിക എന്ന് പറയുന്നത് അധ്യാപകനോട് ഈ സ്നേഹം ഒരാൾക്കുണ്ടായിരുന്നത്. നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ അധ്യാപക ദിനത്തിന് ഭയങ്കര അധ്യാപകർക്ക് അധ്യാപക സ്നേഹവും ഒക്കെ ഭയങ്കര സാഹിത്യത്തിൽ എഴുതുന്ന അതൊക്കെ ഭയങ്കര സ്യൂഡോ പരിപാടികളാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വലിയ സ്നേഹം നമുക്ക് ഇവരോടൊന്നും തോന്നാറില്ല. നിങ്ങൾക്കൊരു അധ്യാപകരോട് സ്നേഹം തോന്നിയില്ലെങ്കിൽ അയാൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ടോ? അങ്ങനെ തൊട്ട ആൾക്കാർ ആളോട് ഓർക്കുക. കാരണം നന്നായി പഠിപ്പിച്ച അധ്യാപകരുടെ എടുക്കുക. നന്നായി പഠിപ്പിച്ച ആളുകൾ അതിൻ്റെ പേരിലുള്ള ഒരു നന്ദിയോടുകൂടി എന്ന് ഞാൻ ഓർക്കാറില്ല. ഞാൻ ഓർക്കാറുള്ളത് ഞാൻ എന്തെങ്കിലും ഒരു അബദ്ധത്തിലേക്ക് പോകാം പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപകന് ഓർക്കും. അടുത്ത പ്രാവശ്യം നിന്നെ ഇവിടെ കണ്ടാൽ ഞാൻ നിന്റെ അപ്പനോട് പറയും എന്ന് പറയുന്ന തുറക്കുന്ന ഭാഷയിൽ ഞാൻ ഓർക്കും. അപ്പം വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകൾ, വ്യക്തിപരമായ പ്രതിസന്ധികളിൽ വഴികാട്ടിയായിട്ടുള്ള അധ്യാപകർ, വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുള്ള അധ്യാപകർ, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സ്പാർക്കിന് രണ്ട് കൈകൊണ്ട് കാറ്റിനറിയാതെ ഒരു മറ പിടിച്ചിട്ടുള്ള അധ്യാപകൻ. ആ അധ്യാപകനെ ഓർക്കുന്നു. അങ്ങനെ അധ്യാപകനെ കൂടി ഇരിക്കുന്നു. 80 വയസ്സിന്റെ യൗവനത്തിലാണ് ഇനി ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ കൂടിയിരിക്കുന്ന പല വിദ്യാർത്ഥികളെയും ആരോഗ്യമാണ് അദ്ദേഹം അവിടെ തന്നെ തുടർന്നിട്ട് രാമദാസ് മാഷ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കും യോജിപ്പുണ്ട്. അത് ആ പുസ്തകം എഴുതുന്നതിനെ കുറിച്ചാണ്. വലിയ മടിയന്മാരായിരിക്കും ഇങ്ങനെ ഉപദേശിക്കുന്ന ആളുകൾ, വലിയ ഫിലോസഫേഴ്സും ഉപദേശികളുമായിട്ടുള്ള ആളുകൾ ലോക മടിയന്മാർ